ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കായ അലുവയാണ്. നേന്ത്രപ്പഴം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ശർക്കര ഉപയോഗിച്ചല്ല ഈ അലുവ തയ്യാറാക്കിയെടുക്കുന്നത്, പകരം പഞ്ചസാരയിലാണ് ഈ അലുവ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണിത്. ട്രഡീഷണൽ ആയിട്ട് ഇത് തയ്യാറാക്കുക ഉരുളിയിലാണ്. ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കിലോ നേന്ത്രപ്പഴമുണ്ട്. ഇതുപോലെ നല്ല പഴുത്ത പഴം വേണം ഹലുവ തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈ പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പഴം പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പച്ചയോട് തന്നെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ അടുക്കൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഹലുവ തയ്യാറാക്കി എടുത്താൽ മതി. ഇപ്പോൾ പഴം മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആദ്യം പകുതി പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കണം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. ഇതിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. ഇനി ബാക്കിയുള്ളതിൽ കൂടി നമുക്ക് 1 കപ്പോളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം 1 കപ്പ് ചേർത്തിട്ട് അരച്ച് നോക്കാം. മധുരം കുറവാണെങ്കിൽ ബാക്കിയുള്ളതിൽ അതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള പഴം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കും 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നേന്ത്രപ്പഴം മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് ഹലുവ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓട്ടുരുളിയിലൊന്നല്ല തയ്യാറാക്കിയെടുക്കുന്നത്, സാധാ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. നിങ്ങളുടെ പക്കൽ ഉരുളി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിറകടുപ്പിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസിലാണ് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൽ മാത്രം ചെയ്യണമെങ്കിൽ 1 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നെയ്യൊന്ന് ചൂടായി കിട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കൈപ്പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അലുവയിലേക്ക് ഈ ഒരു നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഉണക്കമുന്തിരി കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് അല്പമൊന്ന് റോസ്റ്റ് ആയാൽ നെയ്യിൽ നിന്നെടുത്ത് മാറ്റാം. ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും പഞ്ചസാരയും കൂടി അരച്ചെടുത്ത മിക്സാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഹൽവ തയ്യാറാക്കിയെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കിത് തുടരെ ഇളക്കി കൊടുത്ത് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹൽവ തയ്യാറാക്കിയെടുക്കാൻ കുറച്ചധികം സമയം എന്തായാലും വേണ്ടി വരും. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്ത് വേണ്ടി വരും. കുറച്ച് കൈക്ക് ജോലിയുള്ള പണിയാണ്. എങ്കിലും നമുക്കിത് തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു.
നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് ഒരുപാട് സമയം ഇളക്കാതെ മാറി നിൽക്കാനൊന്നും പാടില്ല, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അല്പം ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 8-9 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഈ ഒരു ഹലുവയിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ബദാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ടിന്യൂസായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യ് അല്പം കുറവായിട്ടാണ് തോന്നുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നെയ്യ് കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്ന് കരിയാതെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണുള്ളത്. അത് മാറി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരണം. ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി അല്പം കൂടി ഒന്ന് റെഡിയായി വരാനുണ്ട്. നമ്മുടെ ഹൽവയിൽ നിന്ന് നല്ലവണ്ണം എണ്ണ പുറത്തേക്ക് വരണം. ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ കയ്യിൽ തീരെ ഒട്ടാത്ത രീതിയിൽ എടുക്കാൻ പറ്റണം. ആ ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. കൈവച്ച് ഇങ്ങനെ ബോളാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ കൈക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല ബോളാക്കി മാറ്റാൻ പറ്റണം. ഇതിപ്പോൾ അല്പം ഒരു സ്റ്റിക്കിയാണ്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വരട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് സ്റ്റിക്കിയൊന്നുമല്ല, കുറച്ച് സമയം കൂടി ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഹലുവയുടെ നിറമൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ എണ്ണ വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ളൊരു സ്റ്റീൽ ബൗളിലാണ്. സ്റ്റീൽ ബൗളിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യ് തേച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഹലുവ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ചൊന്ന് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായി അല്പം ബദാം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഈ സമയത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് സെറ്റായി വരും. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രിയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. രാവിലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഹലുവ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ചെറിയ പീസൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഹലുവയുടെ പരുവം. കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്, അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമാണിത്. നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കാം. മലബാർ ഏരിയയിലൊക്കെ വളരെ സുപരിചിതമായിട്ട് കാണുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.